ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഗൈസ്, നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. അതുപോലെ ചിക്കൻ, പിന്നെ ബ്രെഡ് ക്രംസ്, അതുപോലെ സോയ സോസ്, പിന്നെ 2 മുട്ട നമുക്ക് ആവശ്യത്തിന് എടുക്കാം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഈ ബ്രെഡൊന്ന് അടിച്ചെടുക്കണം. ബ്രെഡും ചിക്കനും സോയ സോസും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആവശ്യത്തിനായിട്ട് ഉപ്പും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പീസായിട്ട് ബ്രെഡ് ഇതിൻ്റെ അകത്തേക്ക് പിച്ചിടാം. അതിലേക്ക് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ എടുത്തിടാം. ഇതിലേക്ക് സോയ സോസ് ഒഴിക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തി ഒന്ന് കട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഇത് പരത്തിയതിന് ശേഷം അത് നമുക്കിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എണ്ണയിലിട്ട് പൊരിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലാക്കി നല്ലതുപോലെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടു. ഇട്ടതാണിത്. വളരെ സിമ്പിളാണ്. വീട്ടിലൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഏകദേശമൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ. അങ്ങനെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.